അങ്ങനെ നമ്മുടെ സച്ചി കലിപ്പിലാണ്. രേവതിയെ ദ്രോഹിച്ചവരോട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതിയെ ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണ്. പക്ഷേ അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, വീഡിയോയ്ക്ക് നിങ്ങൾ ആരും ലൈക്ക് തരുന്നില്ലെങ്കിൽ ഡിസ്ലൈക്കെങ്കിലും തന്നോളൂ, അതിൽ ഞാൻ ഹാപ്പിയാണ്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഇതെന്ന് വെച്ചാൽ ചെമ്പനീർ പൂവിൻ്റെ സ്റ്റോറി മാത്രമാണ് ഇതിൽ പറയുന്നത്. ലെന്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലെന്ത് വീഡിയോ വന്നിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് കാണാം. പക്ഷേ ലെന്ത് വീഡിയോ ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലെന്ത് വീഡിയോ ആകുമ്പോൾ കുറച്ച് ലെന്തായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്കൊക്കെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലർക്കൊക്കെ കഥ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള അവരും കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കഥ മാത്രം, കഥ ചുരുക്കി പറയുകയാണ് കഥ. അതായത് ഇതിൽ ഡയലോഗൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കഥ മാത്രം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് വീഡിയോ കാണണം എന്നുള്ളവർക്ക് അത് കാണൂ, ഇത് കണ്ടാൽ മതി എന്നുള്ളവർക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ഇനി സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അതായത് ശനിയാഴ്ച ഇരുന്ന് കാണിച്ച എപ്പിസോഡിൽ ലാസ്റ്റ് നിർത്തിയിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രമതി അധിക്ഷേപിക്കുന്നു. അങ്ങനെ രേവതി സങ്കടപ്പെട്ട് രേവതി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. രേവതിയുടെ പിന്നാലെ രേവതിയുടെ അമ്മയും സഹോദരങ്ങളും കൂടി ചെല്ലുകയാണ്. അവർ മാറി ക്ഷേത്രകുളത്തിൻ്റെ ഭാഗത്തേക്ക് മാറി അവിടെ ഒരിടത്തേക്ക് നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്തിന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് രേവതിയോട്. എന്തിനാണ് മോളെ നീ കരഞ്ഞത്, എന്തിനാണ് ഇങ്ങ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചന്ദ്രമതി കാണിച്ച ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടോട്ട് മാറി നിൽക്കുകയാണ്. രേവതിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അങ്ങനെ നമ്മുടെ രേവതി കരയാനായിട്ടൊക്കെ കരയുകയാണ്. അങ്ങനെ അവരങ്ങനെ മാറി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ മേളമൊക്കെ മുഴങ്ങുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്, നാദസ്വരമൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രേവതി മാറിയിരുന്ന് സങ്കടപ്പെടുന്നു. അതേ സമയത്ത് നമ്മുടെ സച്ചി കാറിൽ വന്നിറങ്ങിയിട്ട് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ രേവതിയൊക്കെ അവിടെ നിൽക്കുന്നത് കാണുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ കല്യാണത്തിന് വന്നിട്ട് നിങ്ങളെല്ലാവരും എന്താ ഇവിടെ മാറി നിൽക്കുന്നത്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ സച്ചി ചോദിക്കണേ. എന്നിട്ട് സച്ചി ചോദിക്കണേ, എന്താ അവനിനി ഓടിപ്പോയോ, അതെ ആ പെണ്ണ് വന്നിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി അമ്മയും പറയുകയാണ്, അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അവിടെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും. സച്ചിയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണ്. പക്ഷേ സച്ചി അത് കൂട്ടാക്കുന്നില്ല. നിങ്ങളും കൂടി വരാൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ വരുന്നില്ല, സച്ചി പൊയ്ക്കോളാൻ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, രേവതി എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ രേവതി തീർത്തും ചെല്ലുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അതെന്താ ഇവള് വരാത്തത്, നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നില്ല. പക്ഷേ ഒടുവിൽ സച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മിക്ക് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരികയാണ്. അങ്ങനെ ലക്ഷ്മി വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് നല്ല സങ്കടമാവുകയാണ്. സച്ചി പറയണം, അമ്മ ഇനി കരയൊന്നും വേണ്ട, ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ഇവളെ കരയിച്ചതിന് ശേഷം അവിടെ അവരാരും കല്യാണം ആഘോഷിക്കേണ്ട, ഇതിന് ഒരു മറുപടി പറയാതെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ കൈക്ക് പിടിച്ച് വലിച്ചഴച്ചുകൊണ്ടെന്ന് വെച്ചാൽ വലിച്ചു പിടിച്ച് കൊണ്ടുപോവാണ് നമ്മുടെ സച്ചി. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അവിടെയാണെങ്കിൽ പറഞ്ഞല്ലോ നാദസ്വരമൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്, മേളങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെണ്ണും ചെറുക്കനും ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അതേസമയം ശ്രുതിയുടെ മുഖത്ത് കാണുമ്പോൾ അറിയാം ഭയങ്കര ടെൻഷനാണ്. നവീൻ്റെ കാര്യം ഓർത്തിട്ട് നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര അങ്ങോട്ടേക്ക് വരികയാണ്. മീര വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചെവിയിൽ ചെന്നിട്ട് പറയുകയാണ്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നീ വിഷമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല, അവൻ ഇനി വരത്തില്ല, ഇത്രയും സമയമായില്ലേ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ കഴുത്തിൽ താലി വീഴും, നീ ഇനി പേടിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മീരെ നീ അവിടെ പുറത്ത് പോയി നില്ല്, ഒരു പക്ഷേ അവൻ വന്നാലോ എന്നുള്ള ആദിയിൽ ഇങ്ങനെ ശ്രുതി ഇരിക്കുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ രവീന്ദ്രനോട് നമ്മുടെ രേവതിയെയും സച്ചിയെയും വീട്ടുകാരെയൊന്നും കാണാത്തതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ശരിയാണല്ലോ അവരാരെയും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാൻ രവി, ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ, അവിടെ ഇങ്ങനെ മാറി നിൽപ്പുണ്ടാകുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ പുറത്തേക്ക് വരികയാണ്. ആ സമയത്തിനാണ് നമ്മുടെ അച്ചമ്മ കാണുന്നത് നമ്മുടെ രേവതിയുടെ കൈയും പിടിച്ച് നമ്മുടെ സച്ചി വരുന്നത്. അപ്പോൾ അച്ചമ്മ കാര്യം തിരക്കുകയാണ്. കാര്യം തിരക്കുമ്പോൾ
ചോദിക്കുമ്പോൾ ചന്ദ്രമതി കാണിച്ച ഓരോരോ കാര്യങ്ങൾ സച്ചി അക്കമിട്ട് നമ്മുടെ അച്ചമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ചമ്മ രേവതിയോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഇത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇവിടെ വെച്ച് ആ പ്രശ്നം അപ്പോഴേ റെഡിയാക്കി ചന്ദ്രയുടെ ഗർവ് ഞാൻ മാറ്റി തരൂലായിരുന്നോ എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ഇത് സച്ചി ചോദിച്ച അടങ്ങോളെന്ന് പറഞ്ഞ് രേവതിയുടെ കൈക്ക് പിടിച്ച് പരമാവധി പോകണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ സച്ചി വലിച്ചു പിടിച്ച് ചെല്ലുകയാണ്, മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് നാദസ്വരം മുഴങ്ങുന്നവരടുത്തൊക്കെ നിർത്താൻ പറയുകയാണ്. അങ്ങനെ നാദസ്വര മേളമൊക്കെ നിർത്തുകയാണ് സച്ചി. അതിനുശേഷം ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സച്ചിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അച്ഛൻ ചോദിക്കുകയാണ്, ഏട്ടാ എത്ര നേരം നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ചന്ദ്രമതി കാണിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവർ എൻ്റെ രേവതിയോട് മാപ്പ് പറയാതെ ഇവിടെ വിവാഹം നടക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ചന്ദ്രൻ നീ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ശരിയാണോ? ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടേതായിട്ടുള്ള കുറേ ന്യായീകരണങ്ങളൊക്കെ ചന്ദ്രമതി പറയുകയാണ്. സച്ചി ആണെങ്കിലുണ്ടല്ലോ വിറഞ്ഞ് തുള്ളുകയാണ്, സച്ചിക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ സച്ചി കുറേ ചോദ്യങ്ങൾ ചന്ദ്രമതിയോട് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വിവാഹത്തിൻ്റെ മുഹൂർത്തമൊക്കെ അടുത്തു എന്ന് പലരും പറയുന്നുണ്ട്, ഭാമ പറയുന്നുണ്ട്. അവർക്ക് നല്ല മറുപടി നമ്മുടെ സച്ചി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമയമായിട്ടുണ്ട്, ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ മുഹൂർത്തം തെറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാമ തിരുമേനിയോട് പൂജാരിയോട് പറയുകയാണ്, ഇവിടെ ഇപ്പം മുഹൂർത്തം തെറ്റും, പെട്ടെന്ന് മാല എടുത്ത് താലി എടുത്ത് ചെറുക്കൻ്റെ കയ്യിൽ കൊടുക്കുകയെന്ന് പറയുമ്പോൾ തിരുമേനി പറയുകയാണ്, രേവതിയുടെ ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ പറയട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ സച്ചി അവിടെ കിടന്ന് കുറേ മാസ് ഡയലോഗുകളൊക്കെ അടിച്ചിറക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വിവാഹം നടക്കും. അങ്ങനെ നമ്മുടെ സുധിയും നമ്മുടെ സച്ചിയും തമ്മിൽ കോർക്കുകയാണ്, അവർ തമ്മിൽ കൊമ്പ് കോർക്കുകയാണ് നല്ല രീതിയിൽ. അവസാനം സുധി പറയുകയാണ്, ഇവളെ കല്യാണം കഴിക്കണോ വേണ്ടേന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീ അല്ലടാ എന്നിങ്ങനെ സുധി പറയുകയാണ്. അവസാനം നമ്മുടെ സച്ചി ചാടിക്കേറി മണ്ഡപത്തിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ പൂജിച്ച് വെച്ചിരിക്കുന്ന താലി കയ്യിൽ ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുകയാണ്, നിൻ്റെ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ താലി ഉണ്ടെങ്കിലല്ലേ നീ ഇവളുടെ കഴുത്തിൽ കെട്ടത്തുള്ളൂ, ഇല്ലാതെ നിൻ്റെ വിവാഹമൊന്നും നടക്കില്ലല്ലോ. നിൻ്റെ വിവാഹം നടക്കണമെങ്കിൽ ഇതേ നിൻ്റെ അമ്മയോട് എൻ്റെ ഭാര്യയോട് മാപ്പ് പറയാൻ പറ. രേവതി എനിക്ക് തെറ്റ് പറ്റിപ്പോയി, രേവതി എന്നോട് ക്ഷമിക്കണം എന്ന് ഇവരോട് പറയാൻ പറ. അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ എന്നിങ്ങനെ നമ്മുടെ സച്ചി സുധിയോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുധി എല്ലാവരും ഞെട്ടി, എല്ലാവരും മണ്ഡപത്തിലിരുന്ന ആളുകളൊക്കെ കാണാനായിട്ട്, വിവാഹം കാണാൻ വന്നവരൊക്കെ അങ്ങ് ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ് ഈ രംഗം കാണുമ്പോഴത്തേക്ക്. നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ താലിമാലയിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നും, ഇതുപോലെ ചന്ദ്രമതി മാപ്പ് പറഞ്ഞോ, സച്ചി മാപ്പ് പറയിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം. ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി മാത്രമാണ്, കഥ മാത്രം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പഞ്ച് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെന്ത് വീഡിയോ തന്നെ കാണണം. ലെന്ത് വീഡിയോയിൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു തവണ നിങ്ങൾ ലെന്ത് വീഡിയോ കണ്ടാൽ നിങ്ങൾ ലെന്ത് വീഡിയോ മാത്രമേ നിങ്ങൾ കാണൂ, അത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ലെന്ത് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഓടിപ്പോയി കാണുക. അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അക്കമിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെന്ത് വീഡിയോയിൽ. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഥ മാത്രം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, അത് മാത്രമല്ല ചിലർക്കൊന്നും സമയം കിട്ടൂല, ഇന്നത്തെ കഥ എന്തരായാ എന്തോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് കഥയെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ലെന്ത് വീഡിയോ അതേ ഇത്ര സമയമുണ്ട്, ഇത്ര മിനിറ്റ് ഉണ്ട്, അയ്യോ ഇതിന് എപ്പോൾ കേട്ട് തീരെ സമയവും ഇല്ല. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏതാണ് കാണേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് പോകും. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും ലെന്ത് വീഡിയോയുമായിട്ടും ഷോർട്ട് വീഡിയോയുമായിട്ടൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.